എസിൽ അനുവദനീയമായ താമസ കാലയളവിൽ കൂടുതൽ തങ്ങുന്നതിനെതിരെ ഇന്ത്യയിലെ എംബസി വിസ ഉടമകൾക്ക് മുന്നറിയിപ്പ് നൽകി. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ ട്രംപ് ഭരണകൂടം സ്വീകരിച്ച നടപടികളുടെ പശ്ചാത്തലത്തിലാണ് എംബസിയുടെ ഈ നിർദ്ദേശം. അംഗീകൃത താമസ കാലയളവിനപ്പുറം എസിൽ തുടർന്നാൽ നാടുകടത്തപ്പെടുകയും ഭാവിയിൽ എസിലേക്കുള്ള യാത്ര ചെയ്യുന്നത് സ്ഥിരമായി വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യുമെന്ന് എംബസി സമൂഹമാധ്യമങ്ങൾ പോസ്റ്റിലൂടെ അറിയിച്ചു. വർക്ക് വിസ, വിദ്യാർത്ഥി വിസ, ടൂറിസ്റ്റ് വിസ തുടങ്ങിയ നിശ്ചിത കാലയളവിലുള്ള വിവിധ വിസകളിൽ എസിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ഈ മുന്നറിയിപ്പ് ബാധകമാണ്. ഓരോ വിസയ്ക്കും അതിൻ്റെതായ അംഗീകൃത താമസ കാലാവധിയുണ്ട്. കുടിയേറ്റം ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിലെ ഏറ്റവും വിവാദപരമായ വിഷയങ്ങളിൽ ഒന്നാണ്. അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിഷയത്തിൽ നയം വ്യക്തമാക്കിയിരുന്നു. അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന എല്ലാവർക്കും പൗരത്വം ലഭിക്കുന്ന 14ാം ഭേദഗതിയിലെ പൗരത്വ വ്യവസ്ഥയ്ക്കെതിരെ ട്രംപ് നിലപാട് സ്വീകരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവ് നിലവിൽ നിയമപരമായ തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും ഭരണകൂടം അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുകയും അറസ്റ്റ് ചെയ്യുകയും സ്വമേധയാ രാജ്യം വിടാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പുതിയ ഇമിഗ്രേഷൻ നിയമമാറ്റത്തിൽ 30 ദിവസത്തിലധികം എസിൽ താമസിക്കുന്ന എല്ലാ വിദേശികളും ഇപ്പോൾ ഫെഡറൽ ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇന്ത്യക്കാർ ഉൾപ്പെട്ട 2 നാടുകടത്തൽ കേസുകൾ വലിയ ചർച്ചാ വിഷയമായിരുന്നു. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ PhD വിദ്യാർത്ഥിയായ രഞ്ജിനി ശ്രീനിവാസൻ പലസ്തീൻ അനുകൂല പ്രതിഷേധത്തിൽ പങ്കെടുത്തുവെന്നാരോപിച്ച് വിസ റദ്ദാക്കിയതിനെ തുടർന്ന് കാനഡയിലേക്ക് പോയിരുന്നു. എന്നാൽ പ്രതിഷേധത്തിൽ താൻ പങ്കെടുത്തില്ലെന്ന് രഞ്ജിനി വ്യക്തമാക്കിയിരുന്നു. അറസ്റ്റ് ഒഴിവാക്കാൻ ആളുകൾ എങ്ങനെ എസിൽ നിന്നും സ്വയം നാടുകടത്തണമെന്നും ആഭ്യന്തര സുരക്ഷാ വകുപ്പ് രഞ്ജിനിയെ ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഹമാസുമായുള്ള ബന്ധം ആരോപിക്കപ്പെട്ട് ജോർജ് ടൗൺ സർവകലാശാലയിലെ പണ്ഡിതനായ ബദർഖാൻ സൗരി അറസ്റ്റിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയുടെ മുൻ സഹായി അഹമ്മദ് യൂസഫിന്റെ മകളാണ്. ഗാൻസൂരി ഉയർത്തുന്ന ദേശീയ സുരക്ഷാ ഭീഷണി എന്താണെന്ന് ട്രംപ് ഭരണകൂടത്തിന് തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ കോടതി അദ്ദേഹത്തെ വിട്ടയക്കുകയായിരുന്നു.